ഷെലിൻ ബാവ. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ ഒരു ഫ്യൂഷൻ ചിക്കൻ ബിരിയാണിയാണ്. അതായത് തലശ്ശേരി ബിരിയാണി ഇൻഗ്രീഡിയൻസും കൊച്ചി ബിരിയാണി ഇൻഗ്രീഡിയൻസും മിക്സ്ഡപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂഷൻ ബിരിയാണി. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. കൈമ അരി 3 ഗ്ലാസ്, ചിക്കൻ 1 കിലോ, സവാള 3 എണ്ണം പൊരിച്ചു കോരിയത്, പുതിനല 1 പിടി, മല്ലിയില 1 പിടി, പച്ചമുളക് 10 എണ്ണം, വെളുത്തുള്ളിയുടെ അല്ലി ഒരു 12 എണ്ണം, തക്കാളി 2 എണ്ണം, തേങ്ങ ഒരു 1/4 മുറി, ചെറുനാരങ്ങ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5 സ്പൂൺ തൈര്, മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കിസ്മിസ്, കാഷ്യൂനട്ട്, ഒരു 3 ഏലക്കായ, 2 കഷ്ണം പട്ട, തക്കോലം, ഒരു 4 ഗ്രാമ്പൂ, 50 ഗ്രാം RTV, സവാള പൊരിച്ചു കോരാൻ വേണ്ടിയിട്ടുള്ളത്, ഓയിൽ ആവശ്യത്തിന്, വെള്ളം ഞാൻ 3 ഗ്ലാസ് അരി എടുത്തിരിക്കുന്നതുകൊണ്ട് 5.25 ഗ്ലാസ് വെള്ളം. ഇപ്പോൾ ഞാൻ ഈ 1 കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുന്നു, 1/2 സ്പൂൺ മുളക് പൊടി ഇടുന്നു, 1/2 സ്പൂൺ ഗരം മസാല ഇടുന്നു, ഒരു പിഞ്ച് മഞ്ഞൾ ഇടുന്നു. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുന്നു. ബിരിയാണിക്കുള്ള ഇപ്പോൾ സവാള പൊരിച്ചു വരാൻ വേണ്ടി പോവുകയാണ്. 2 സവാളയാണ് ഞാനതിൽ എടുത്തിരിക്കുന്നത്. അത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. കാഷ്യൂനട്ട് ഇടുകയാണ്. കാഷ്യൂനട്ടും മൊരിഞ്ഞു വന്നപ്പോൾ കിസ്മിസ് ഇടുകയാണ്. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ സവാള പൊരിച്ച ഓയിൽ കുറച്ച് ഒഴിക്കുകയാണ്. എണ്ണ ചൂടായപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ക്രഷ് ചെയ്തത് ഇടാണ്. ഇത് നല്ല പേസ്റ്റ് ആവാൻ പാടില്ല, ക്രഷ് ആവാനേ പാടുള്ളൂ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്യുകയാണ്. ഇപ്പം തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 പിടി പുതിനയില, 1 പിടി മല്ലിയില ആഡ് ചെയ്യുകയാണ്. മല്ലിയില, പുതിന ഇപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ ഗരം മസാല ഇടുകയാണ്. ഓൾറെഡി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിൽ 1/2 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ 1/2 സ്പൂണും കൂടെ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ തലശ്ശേരി ബിരിയാണിയുടെ ഒരു ഫ്ലേവർ വരാനായിട്ട് ഞാൻ തലശ്ശേരി ബിരിയാണി മസാല 1/2 സ്പൂൺ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ബിരിയാണി മസാല അധികം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ഇത് വളരെ ഹൈ ഫ്ലേവറും ഉള്ള ഒരു മസാലയാണ്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യുകയാണ്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുകയാണ്. ഓൾറെഡി നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിരിക്കുന്നത് കൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ, കാഷ്യൂനട്ട്, തൈര് കൂടെ ആഡ് ചെയ്ത ഒരു പേസ്റ്റ് ആക്കിയിട്ടുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാണ്. ഇതാണ് ഇതിലെ ഫ്യൂഷൻ. ഇത് സാധാരണ തലശ്ശേരി ബിരിയാണിയിൽ ആഡ് ചെയ്യാറില്ല, കൊച്ചിക്കാരുടെ ബിരിയാണിയിലാണ് ഇത് ആഡ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ്.
ഇതെല്ലാം കൂടി ഒരു 3/4 വേവ് ആവുന്നത് വരെ വേവിക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ്. ഇതിലേക്ക് ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഫ്രൈഡ് സവാള, അതായത് ബിസ്ത ആഡ് ചെയ്യുകയാണ്. തലശ്ശേരി ബിരിയാണിക്ക് മെയിൻ ഒരു ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഫ്രൈഡ് ഓണിയൻസ് ആണ്. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേകാൻ വെക്കാം. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ സവാള പൊരിച്ച എണ്ണയുടെ ബാക്കി ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് സവാള മൊരിഞ്ഞ് ഒരു നല്ല ഫ്ലേവർ ഒക്കെ ഇതിൽ കിട്ടും. കുറച്ച് നെയ്യ് ആഡ് ചെയ്യുകയാണ്. അതിലേക്ക് ഞാൻ ഈ ഊറ്റി വെച്ച കൈമരി ഇടുകയാണ്. അതിലേക്ക് പട്ട, കരയാമ്പൂ, തക്കോലം, ഏലക്ക ഇടുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അരി ഇപ്പോൾ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചൂട് വെള്ളം 5.25 ഗ്ലാസ് വെള്ളം അളന്നെടുത്തൊഴിക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരൊഴിക്കുകയാണ്. ഇത് ചോറ് ഒന്നിലൊന്നിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒഴിക്കുന്നത്. ഒന്ന് ഹൈ ഫ്ലെയിമിൽ നന്നായി വെട്ടി തിളയ്ക്കുന്നത് വരെ. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേവുന്ന വരെ നമുക്ക് ഒരു 3/4 വേവ് ആവുമ്പോൾ തന്നെ ഇതെടുക്കണം. ചോറ് ഇപ്പോൾ 3/4 വേവായിട്ടുണ്ട്. അത് ഞാൻ ഈ ബിരിയാണി മസാല തയ്യാറാക്കിയതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ സവാള പൊരിച്ച് കോരിയതും മല്ലിയില, പുതിന, കശുവണ്ടി, കിസ്മിസ് ഇതിൽ കുറേശ്ശെ വിതറുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ തലശ്ശേരി ബിരിയാണി മസാല കുറച്ച് ആഡ് ചെയ്യണം. അത് ഞാൻ വളരെ ഒരു പിഞ്ചായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് വളരെ ഹാർഡ് ടേസ്റ്റും ഹാർഡ് ഫ്ലേവറുമാണ്. അതുകൊണ്ട് വളരെ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യുന്നുള്ളൂ. ഒരു ലെയറായി. ഇനി അടുത്ത ലെയറും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. കുറച്ചും കൂടി സവാള, മല്ലിയില, പുതിന, കശുവണ്ടി, കിസ്മിസ് ആഡ് ചെയ്ത് കുറച്ച് തലശ്ശേരി ബിരിയാണി മസാലപ്പൊടി, മുകളിൽ കുറച്ച് നെയ്യൊഴുത്തി കൊടുക്കുന്നു. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുകയാണ്. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണ്. എന്നിട്ട് ഒരു പപ്പടം കുത്തി കൊണ്ട് ഇതുപോലെ ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ മസാലയുടെ ഫ്ലേവറും അതിൻ്റെ ടേസ്റ്റും ഒക്കെ മുകളിലേക്ക് നന്നായി വരും. നമുക്ക് ഈ പാൻ മൂടി വെക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിടാൻ വെക്കാം. ഇപ്പോൾ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് റൈസ് വേറൊരു പാനിലേക്ക് മാറ്റുകയാണ്. ഈ നമ്മൾ മാറ്റിയ ബിരിയാണി റൈസ് നമ്മളിങ്ങനെ മറിച്ചെടുക്കുകയാണ്. അപ്പം ആ ബിരിയാണി മസാലയുടെയും പുതിനയുടെയും മല്ലിയിലയുടെയും എല്ലാ ഫ്ലേവർ റൈസിലേക്ക് എല്ലാം വരുന്നതാണ്. ഇനി നമുക്ക് മസാലയും റൈസും വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഫ്യൂഷൻ ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്ത് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.